ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി. ഓക്കെ, അപ്പം അതിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അതിൽ ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം GST എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. GST എന്നാണ് നിലവിൽ വന്നത്? 1 ഏപ്രിൽ 2017, 1 ജൂലൈ 2017, 1 ഏപ്രിൽ 2015, 1 ജൂലൈ 2015. ഇതൊക്കെയാണ് അതിൽ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ഓക്കെ, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ജൂലൈ 1 നിലവിൽ വന്നത്. ആദ്യമായിട്ട് GST വന്നത് ഫ്രാൻസിലാണ് 1954. GST കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246A ആണ്. 246A ആണ്, തെറ്റിക്കരുത്. GST കൗൺസിൽ എന്ന് ചോദിച്ചാൽ 279A. GST എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ 246A. GST കൗൺസിലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 279A. GST കൗൺസിലിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാന്ന് ചോദിക്കും. ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഇപ്പൊ നിർമ്മല സീതാരാമൻ ഇപ്പൊ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഓക്കെ, നോക്ക, GST 101 ഭരണഘടനാ ഭേദഗതിയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചാണ് 101 ഭരണഘടനാ ഭേദഗതി. ബില്ല് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ബില്ലും ഭരണഘടനാ ഭേദഗതിയായി മാറില്ലല്ലോ. ബില്ല് ചോദിക്കുകയാണെങ്കിൽ 122ാമത്തെ ബില്ലാണ്. പക്ഷെ ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ 101 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, ഇത് ആദ്യമായിട്ട് പാർലമെന്റിൽ 2005 കൊണ്ടുവരുന്നത്. പി ചിദംബരം, അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരമാണ് കൊണ്ടുവരുന്നത്. GST ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 3 ലോക്സഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 8 രാജ്യസഭ ഓഗസ്റ്റ് 3 ലോക്സഭ ഓഗസ്റ്റ് 8 അംഗീകരിച്ചു. രാഷ്ട്രപതി ബില്ല് ഒപ്പുവയ്ക്കുന്നത് 2016 സെപ്റ്റംബർ 8 2016 സെപ്റ്റംബർ 8 പക്ഷേ അതിലൊരു പ്രശ്നം വന്നത്, ഇത് ഫെഡറൽ ഫീച്ചറുമായി ബന്ധപ്പെട്ട കാര്യമായ കാരണം കൊണ്ട് പകുതിയിലധികം സംസ്ഥാനങ്ങളും നിയമസഭകളിൽ ഇതും പാസ്സാക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പാസ്സാക്കിയത് അസമാണ്. ഓക്കെ, ആദ്യം പാസ്സാക്കിയത് അസമാണ്. പിന്നീട് ബീഹാർ പാസ്സാക്കി. 16ാമത്തെ സംസ്ഥാനം ഒഡീഷ പാസ്സാക്കി കഴിഞ്ഞപ്പോഴാണ് 16ാമത്തെ സംസ്ഥാനം ഒഡീഷ പാസ്സാക്കി കഴിഞ്ഞപ്പോഴാണ് അത് ആക്ട് ആയിട്ട് മാറുന്നത് 2017 ജൂലൈ 1. ഓക്കെ, GSTയുടെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയാണ്. നമ്മൾ പറഞ്ഞു GST നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സാക്ഷ്യം. ഏതാണ്? പ്രൊജക്ട് സാക്ഷ്യം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്ട് സാക്ഷ്യം, പ്രൊജക്ട് സാക്ഷ്യം. ഓക്കെ, 2 കാര്യങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിൽ രണ്ടും ചോദിച്ചതാണ്, വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. 2 കാര്യങ്ങൾ. ഒന്നാമത്തത് ഇന്ത്യയിൽ എത്ര GST സ്ലാബ് ഉണ്ട്, ഏതൊക്കെയാണ്? രണ്ടാമത്തത്, രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. രണ്ടാമത്തത്, കേരളത്തിന്റെ GST നമ്പർ എത്രയാണ്? കേരളത്തിലെ GST നമ്പർ എത്രയാണ്? ഈ 2 ഉത്തരങ്ങളും ഒന്ന് കമന്റ് ചെയ്യുക. ഒന്നാമത്തത് ഇന്ത്യയിൽ എത്ര GST സ്ലാബ് ഉണ്ട്, ഏതൊക്കെയാണ്? രണ്ടാമത്തത് കേരളത്തിന്റെ GST നമ്പർ എത്രയാണ്? ഓക്കെ, നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് GSTയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചോദിച്ച ന്യൂസിലാൻഡും, അതുപോലെ തന്നെ കൊഴുപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചോദിച്ച ഡെൻമാർക്കും. ഓക്കെ, കാർബൺ ടാക്സ് ആണെങ്കിൽ ന്യൂസിലാൻഡ്, കൊഴുപ്പിനാണെങ്കിൽ ഏതാണ്? ഡെൻമാർക്ക്. ഇതിൽ നിർബന്ധമായും പഠിക്കേണ്ടത് ഭരണഘടനാ ഭേദഗതി പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് പഠിക്കണം. ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിൽ വേണമെങ്കിൽ ചോദിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്ട് സാക്ഷ്യം, GST നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പ്രൊജക്ട് സാക്ഷ്യം. ഓക്കെ, അത് എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തത് നോക്കുക. അതിനു മുമ്പ് നമുക്ക് 4ാമത്തെ ചോദ്യം കുറച്ചുകൂടെ എളുപ്പമുള്ളതാണ്. അത് 4ാമത്തേലേക്ക് ആദ്യം പോവുക. നോക്കുക, ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലുമായ നികുതിയാണ്. പ്രസ്താവനയാണ്. 2ാമത്തെ പ്രസ്താവന, പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സ് എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡന്റും ഒരു വ്യക്തിയിലാകുന്ന നികുതിയാണ്. അടുത്തത്, പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിലായ നികുതി ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ
മാക്രോ എക്കണോമിക്സിന്റെ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്താണ്. ശ്രദ്ധിച്ചേക്കണേ. ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാന ഉറവിടമാണ് നികുതി വരുമാനം. വ്യക്തികളോ സ്ഥാപനങ്ങളോ ഗവൺമെന്റിലേക്ക് നിർബന്ധപൂർവ്വം ഒടുക്കേണ്ടതും എന്നാൽ അത് ഒടുക്കുന്നത് മൂലം പ്രത്യേക പ്രയോജനമൊന്നും ദാതാവിന് ലഭിക്കാത്തതുമായ അടവുകളാണ് നികുതി. നികുതിയെ രണ്ടായി തരംതിരിക്കാം. ഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് എന്നാണിത്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ്. നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നതെങ്കിൽ അത്തരം നികുതികളെ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നു. ഇത് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് നോക്കുക. ഇൻകം ടാക്സ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. അപ്പൊ നമുക്ക് ഇത്ര വരുമാനത്തിൽ കൂടുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ടാക്സ് അടയ്ക്കുകയാണ്. ഇപ്പൊ എനിക്കത് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുമോ? അപ്പൊ ഞാൻ വേറൊരാളത്ത് പറയാണ് നീ കൊണ്ടുപോയി അടയ്ക്കുക എൻ്റെ ഇൻകം ടാക്സ്, പറ്റില്ല. നമ്മുടെ പൈസയിൽ നിന്ന് തന്നെ നമ്മൾ അടയ്ക്കണം. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്, ഗിഫ്റ്റ് നികുതി, ഭൂനികുതി, അതേപോലെ തന്നെ കെട്ടിട നികുതി, ഇതെല്ലാം ഏതാണ്? ഡയറക്റ്റ് ടാക്സിലാണ് പെടുക. അപ്പോൾ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഒക്കെ വേർതിരിച്ച് എഴുതാൻ വേണ്ടി ചോദിക്കും. തന്നിരിക്കുന്നതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി, ഭൂനികുതി എന്നിവയെല്ലാം പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. പ്രത്യക്ഷ നികുതി, ഇതിന്റെ ആഘാതവും നികുതി ബാധ്യതയും ഒരാളിൽ തന്നെയാണ്. നോക്കുക, പരോക്ഷ നികുതി. സാധാരണ സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് പരോക്ഷ നികുതി. പരോക്ഷ നികുതികളുടെ ആഘാതവും ബാധ്യതയും ഒരേ വ്യക്തിയിലായിരിക്കില്ല. വിൽപ്പന നികുതി, സേവന നികുതി, ചരക്ക് സേവന നികുതി, നമ്മൾ നേരത്തെ പറഞ്ഞ GST. അപ്പൊ GST ഏത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചാണ്. ചോദ്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് GST ഏതിലാ പെടുക? ഇൻഡയറക്റ്റ് ടാക്സ്. വിനോദ നികുതി, എന്റർടൈൻമെന്റ് ടാക്സ്, കസ്റ്റംസ് തീരുവ, കസ്റ്റംസ് ഡ്യൂട്ടി, ഇവയെല്ലാം പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറയാ: വിൽപ്പന നികുതി സെയിൽസ് ടാക്സ്, സേവന നികുതി സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, വിനോദ നികുതി എന്റർടൈൻമെന്റ് ടാക്സ്, കസ്റ്റംസ് തീരുവ കസ്റ്റംസ് ഡ്യൂട്ടി, ഇവയെല്ലാം പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് ഒരു വ്യക്തിയിലുമായി മറ്റൊരു വ്യക്തിയിലായിരിക്കും. തെറ്റല്ലേ? നമ്മൾ പറഞ്ഞു രണ്ടും എന്താണ്? ഒറ്റ വ്യക്തിയിലായിരിക്കും ഡയറക്റ്റ്. ഓക്കെ. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നേരെ തെറ്റായി തന്നിരിക്കുന്ന സംഭവം തന്നെയല്ലേ? ഓക്കെ. പരോക്ഷ നികുതി എന്ന് പറഞ്ഞു വെച്ചാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയില്, അതേപോലെ തന്നെ ഇൻസിഡൻസ് വേറൊരു വ്യക്തിയില് ആകുന്ന നികുതിയാണ്. പരോക്ഷ നികുതി ഭാരം കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങുന്നു, ആ സാധനത്തിന് നമ്മൾ നികുതി കൊടുക്കുന്നു. ഓക്കെ, അത് ആ കടക്കാരന് കിട്ടുകയാണ്. ആ കടക്കാരൻ വേറൊരാളുടെ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ടാവും, അല്ലേ? ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അയാൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾ അവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അത് കൈമാറ്റം ചെയ്ത് പോകുന്നതാണ് ഏത്? പരോക്ഷ നികുതി. ഓക്കെ, പരോക്ഷ നികുതി. അപ്പോൾ അതിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അപ്പോൾ ടാക്സുകളെ കുറിച്ച് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരും, അല്ലെങ്കിൽ ഇതേപോലെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറയും. ഡയറക്റ്റ് ടാക്സ് ഏതാണ്, ഇൻഡയറക്റ്റ് ടാക്സ് ഏതാണ്, ഇതാണ് അതിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. നോക്കുക, പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം, പരോക്ഷ നികുതിക്ക് ഉദാഹരണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയം പുറത്തിറക്കാനുള്ള കുത്തകാവകാശം. അപ്പോൾ അത് RBIയുമായി ബന്ധപ്പെട്ട സംഭവമാണ്, അല്ലേ? അപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട സംഭവം എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എന്താണ് RBIയുമായി ബന്ധപ്പെട്ട്, എന്താണ് മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റിൽ RBIയെ കുറിച്ച് പറയുന്നത്? കേന്ദ്ര ബാങ്ക്. ഓരോ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും. ആ രാജ്യത്തിന്റെ പണസംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് ആ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1934 ആക്ട് പ്രകാരം 1935 വന്ന സ്ഥാപനമാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം വന്ന സ്ഥാപനമാണ്. ഇത് RBI. RBIയുടെ ധർമ്മം നോക്കുക.
നോട്ട് ഇറക്കൽ. ഇവിടെ എന്താ പറയുന്നത് നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നോക്കുക, രാജ്യത്ത് കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതിനുള്ള കുത്തകാധികാരം കേന്ദ്ര ബാങ്കിനാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെയുള്ള എല്ലാ കറൻസിയും പുറത്തിറക്കുന്നത് RBI ആണ്. 1 രൂപ നോട്ടും നാണയവും പുറത്തിറക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പാണ്. 1 രൂപ നോട്ടും നാണയവും പുറത്തിറക്കുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പാണ്. 1 രൂപ നോട്ട് ഒഴികെ, നാണയങ്ങൾ ഒഴികെ ബാക്കി എല്ലാം ഇറക്കുന്നത് ആരാണ്? RBI. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയം പുറത്തിറക്കാനുള്ള കുത്തകാവകാശം. തെറ്റിയില്ലേ? രൂപ മാത്രമല്ലേ ഉള്ളൂ. ഇനി 1 രൂപ വന്നു എന്ന് പറഞ്ഞാലും അത് ആരാണ് പുറത്തിറക്കുക? കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ വകുപ്പാണ്. നാണയം വന്നാലും കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ വകുപ്പാണ്. അപ്പൊ ഒന്നുള്ള ഓപ്ഷനുള്ള എല്ലാം പോയി ഇല്ല ഇവിടെ ഉത്തരം. അങ്ങനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, ഗവൺമെന്റിന്റെ ബാങ്ക്. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് കേന്ദ്ര ബാങ്കാണ്. ഗവൺമെന്റിന്റെ നിക്ഷേപം സൂക്ഷിക്കുകയും സർക്കാരിനു വേണ്ടി ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ്. സർക്കാരിന്റെ ഏജന്റായും ഉപദേശകനായും കേന്ദ്ര ബാങ്ക് പ്രവർത്തിക്കുന്നു. ഏജന്റുമാണ്, ഉപദേശകനുമാണ്. ഗവൺമെന്റിന് വേണ്ടി വിദേശ കറൻസികളുടെ ക്രയവിക്രയം നടത്തുന്നത് കേന്ദ്ര ബാങ്കാണ്. വിദേശ കറൻസികളുടെ ക്രയവിക്രയം നടത്തുന്നത് കേന്ദ്ര ബാങ്കാണ്. അടുത്ത, ബാങ്കുകളുടെ ബാങ്ക്. കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. അതായത് വാണിജ്യ ബാങ്കിന് വല്ല ആവശ്യം വന്നെന്ന് പറഞ്ഞു വെച്ചാൽ അവർ പൈസ വാങ്ങുക എവിടെ നിന്നാണ്? കേന്ദ്ര ബാങ്കിന്റെ കയ്യിൽ നിന്നാണ്. അതായത് SBI പോലുള്ള ബാങ്കുകൾ. അടുത്ത, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? കേന്ദ്ര ബാങ്ക്. ഈ പോയിന്റിൽ നമുക്ക് വേണ്ടത് നോക്കുക, വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും കരുതൽ ശേഖരത്തിന്റെയും സൂക്ഷിപ്പുകാരൻ ആരാണ്? കേന്ദ്ര ബാങ്ക്. നോക്കുക, ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നതും ആരാണ്? RBI ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ബാക്കി 3, 4 നമുക്ക് ഇപ്പൊ വരും, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത, ആപൽ ഘട്ടങ്ങളിലെ സഹായി, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഏതൊരു വാണിജ്യ ബാങ്കിനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ RBI അത്തരം ബാങ്കുകൾക്ക് വായ്പ അനുവദിക്കുകയും അവയെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതായത് ബാങ്കിന്, വാണിജ്യ ബാങ്കിന്, കമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ നേരെ സമീപിക്കുക ആരുടെ അടുത്താണ്? RBIയുടെ അടുത്ത്. അടുത്ത, പണ സപ്ലൈയുടെ നിയന്ത്രകൻ. മോണിറ്ററി പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണനയം രൂപീകരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കുക അടുത്ത എക്സാമിന്. പണനയം രൂപീകരിക്കുന്നത് RBI ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്, ശരിയാണ്. പണത്തിന്റെ ലഭ്യത, പണത്തിന്റെ അളവ്, പലിശ നിരക്ക്, ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പണനയം എന്ന് പറയുന്നത്. ഉദാഹരണം, ബാങ്ക് റേറ്റ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിന്റെ നിരക്കാണ് ബാങ്ക് റേറ്റ്. ഓക്കെ, SBIക്ക് പൈസയ്ക്ക് ഇപ്പോൾ ആവശ്യം വന്നു, ബാങ്ക് റേറ്റിന് ഇപ്പോൾ അവരോട് ചോദിക്കുകയാണ്. ഓക്കെ, സെക്യൂരിറ്റി ഒന്നുമില്ല, സെക്യൂരിറ്റി ഇല്ലാണ്ട് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ബാങ്ക് റേറ്റ്. സെക്യൂരിറ്റി വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് റിപ്പോ റേറ്റ് എന്നാണ്. റിപ്പോ റേറ്റ് എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. സെക്യൂരിറ്റി വെച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ അതാണ് പ്രധാന വ്യത്യാസം. സെക്യൂരിറ്റി വെക്കുകയാണെങ്കിൽ അത് റിപ്പോ റേറ്റും, ഇത് സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുന്നതാണ് എന്ത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. പണപ്പെരുപ്പ സമയത്ത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണപ്പെരുപ്പ സമയത്ത്, ഇൻഫ്ലേഷന്റെ സമയത്ത്, എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര ബാങ്ക് ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. ഓക്കെ, RBI 5% വെറുതെ വിചാരിക്കുക, ഞാൻ വെറുതെ ഒരു നമ്പർ പറയുകയാണ്. ഓക്കെ, 5% ഇപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് വിചാരിക്കുക. പണപ്പെരുപ്പ സമയം വരുമ്പോൾ RBI പറയും 6% ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 6% ആക്കി എന്ന് വെറുതെ വിചാരിക്കുക. അപ്പോൾ അത്രയൊന്നും കൂട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ പറയണം 6% ആക്കി. അപ്പോൾ 6% ആക്കി കഴിയുമ്പോൾ SBIയും അല്ലെങ്കിൽ ബാക്കിയുള്ള ബാങ്കുകളും RBI നിന്ന് പൈസ എടുക്കുമോ? ഇല്ല. കാരണം ബാങ്ക് റേറ്റ് വളരെ കൂടുതലാണ്. പിന്നീട് തിരിച്ചടവിന് അത്രയും പൈസ കൊടുക്കണ്ടേ? അപ്പോൾ അവരൊന്നും പൈസ എടുക്കില്ല. അപ്പോൾ അവരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാനും ആ കമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അങ്ങനെ ജനങ്ങളുടെ പൈസ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആ ക്യാഷിന്റെ ഫ്ലോ കുറയ്ക്കാൻ ആരെ കൊണ്ട് പറ്റും? RBI കൊണ്ട് പറ്റും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലേഷൻ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടുന്നു. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നേരെ പണച്ചുരുക്ക സമയത്ത് ഇവരെന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പഠിച്ചു വെച്ചാൽ മതിയേ.
ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചിട്ട് വേറെ ഇട്ട് കൊടുത്താൽ മതി. അടുത്ത തുറന്ന വിപണി പ്രവർത്തനം എന്താണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് അവർ ചെയ്യുക? എന്താണ് അവർ ചെയ്യുക? കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും. ബാങ്കുകൾ ഇത് വാങ്ങും. അപ്പോൾ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള ശേഷി കുറയും. ഇത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഇൻഫ്ലേഷനാണ്, എല്ലാവരുടെ കയ്യിലും പൈസയാണ്, ബാങ്കിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ RBI എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ്, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് അവിടെ വിൽക്കും. ഓക്കെ, അതായത് ഇപ്പോൾ SBIന്റെ അടുത്ത് ബാക്കിയുള്ള ബാങ്കുകളുടെ അടുത്തും പറയും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളടുത്തൊക്കെ പറയും, ഇത് നിങ്ങളിപ്പോൾ വാങ്ങുക. ഓക്കെ, എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരിക, ഭാവിയിൽ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയണം. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൈസ അങ്ങോട്ട് വലിച്ചെടുത്തു, അല്ലെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്നും പൈസ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. അപ്പോൾ അവിടെ പൈസ കുറഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് കടപ്പത്രങ്ങൾ RBI എന്ത് ചെയ്യും? വിൽക്കും. ഇതാണ് തുറന്ന വിപണി പ്രവർത്തനം. നോക്കുക, നാണ്യപ്പെരുപ്പം ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ഇൻഫ്ലേഷൻ സമയത്ത് വിൽക്കും, ബാക്കി ഓപ്പോസിറ്റ്. ഓക്കെ, പണച്ചുരുക്ക സമയത്ത് എന്ത് ചെയ്യും? അത് വാങ്ങും, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് ഓപ്പൺ മാർക്കറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്? മൂന്നാമത്തെയും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ഇനി നാലാമത്തെ ശരിയാണോ അല്ലയോ നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത, കരുതൽ ധന അനുപാതത്തിലെ മാറ്റം. എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നു. ഇതിനെ കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറയുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ RBIന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം, SBIന്റെ അടുത്ത് കുറച്ച് പൈസയുണ്ട്, SBIന്റെ അടുത്ത് കുറച്ച് പൈസയുണ്ട്, അതിൻ്റെ കുറച്ച് പൈസ എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണം? RBIയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പണപ്പെരുപ്പം വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസയാണ്. ഇൻഫ്ലേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, എല്ലാവരുടെ കയ്യിലും പൈസ എത്തുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ എത്തുന്ന സമയത്ത് RBI പറയാണ്, എല്ലാവരുടെ കയ്യിലും പൈസയാണല്ലോ, CRR ഞാൻ കൂട്ടാൻ പോവാണ്. അതായത് SBI ഇപ്പം വെക്കുന്ന പൈസ പോരാ, ഇനിയും കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി നിടണം എന്ന് പറയണം. അപ്പോൾ SBIക്കും ബാക്കിയുള്ള ബാങ്കിനൊക്കെ പൈസ കിട്ടണം, അവിടെ ജനങ്ങളുടെ നിന്ന് പിടിച്ചെടുക്കുന്ന പൈസയല്ലേ. അപ്പോൾ ജനങ്ങളുടെ നിന്ന് അവരെടുത്തിട്ട് അവരുടെ പൈസ എന്ത് ചെയ്യും? RBIയിൽ കൊണ്ടുവന്ന് ഇടും. ഇത്രയേ ഉള്ളൂ. ഇൻഫ്ലേഷൻ സമയത്ത്, പണപ്പെരുപ്പ സമയത്ത് CRR എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പ സമയത്ത് CRR വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്ക് റേറ്റ് കൂട്ടും. പണപ്പെരുപ്പ സമയത്ത് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? വിൽക്കും. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. നോക്കുക, അടുത്ത നോക്കുക. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു. തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്യും? കൂട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1ഉം തെറ്റാണ്, 4ഉം തെറ്റാണ്, 2ഉം 3ഉം ശരി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? എന്താണ് പറയുക? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതന്നെ തിരിച്ചും മറിച്ചും ചോദിക്കുവേ. ഇനി അടുത്ത നോക്കുക. SLR. എന്താണ് SLR? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. കരുതൽ ധന അനുപാതത്തിന് പുറമെ, CRRന് പുറമെ, വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നു. ഇതിനെ SLR എന്ന് പറയുന്നു, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. വാണിജ്യ ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു നിശ്ചിത അനുപാതം നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റി, സ്വർണം, ഇതിലെല്ലാം നിക്ഷേപമായിട്ട് വെക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനി RBI ചെയ്യുന്ന, ആ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. ഇനി RBI ചെയ്യുന്ന എന്താണ്? സ്റ്റെറിലൈസേഷൻ നടപടി. അതായത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നു. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നടപടിയാണ് എന്ത്? സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അടുത്ത് RBI വേറെ ചെയ്യുന്ന റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ചെയ്യും. അതേപോലെ തന്നെ ധാർമ്മിക പ്രേരണ, അതായത് കേന്ദ്ര ബാങ്കിന്റെ വായ്പാ നയം നടപ്പിലാക്കാൻ അംഗ ബാങ്കുകളെ പ്രേരിപ്പിക്കുക.
ഓക്കെ, പണപ്പെരുപ്പ സമയത്ത് വായ്പകളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക. പണപ്പെരുപ്പമല്ലേ, എല്ലാവരുടെ കയ്യിലും പൈസയാണ്. പിന്നെയും ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കുകൾ വാരിക്കോരി പൈസ കൊടുത്തുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ വായ്പ കൊടുക്കരുത്, പണപ്പെരുപ്പ സമയത്ത് വായ്പ കൊടുക്കരുത്, അത് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ സംഭവമാണ് ധാർമ്മിക പ്രേരണ. ഓക്കെ, പിന്നെ പ്രത്യക്ഷ നടപടി. കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടിയാണ് പ്രത്യക്ഷ നടപടി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. RBI കഴിഞ്ഞു. ഓക്കെ, അടുത്ത നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുച്ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലുത്? സർക്കാരിന്റെ ചെലവ്, ഓക്കെ, എക്സ്പെൻഡിച്ചറിലെ വലുത് ഏതാണ്? ഇത് ബജറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 112 എന്നുള്ള ആർട്ടിക്കിള്, 110 മണി ബില്ലല്ലേ, 112 എന്നുള്ള ആർട്ടിക്കിളിൽ പറയുന്ന ഒരു സംഭവമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നോക്കുക, ബജറ്റ് ഇത് 2022 ഓക്കെ, 2022 ഇത് ഇൻകം ആണ്, എത്ര രൂപ കിട്ടിയെന്നുള്ളത്. 15% ഇൻകം ടാക്സ്, 15% കോർപ്പറേഷൻ ടാക്സ്, അപ്പോൾ ടാക്സ് എന്നാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. 16% GST, 5% കസ്റ്റംസ്, ഇങ്ങനെ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. 35% ബോറോയിങ് ഓർ അതർ ലയബിലിറ്റീസ്. ഓക്കെ, 35% ബോറോയിങ്, വാങ്ങുന്നത് കേട്ടോ, കടം വാങ്ങുന്നത്, അത്രയും ഉള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരുമാനത്തിന്റെ സംഭവം പറയണത്. ഇനി ചെലവ് നോക്കുക, ഏറ്റവും കൂടുതൽ ചെലവ് നോക്കുക, 20% ചെലവ് റുപ്പീസ് ഗോസ് ടു എന്നല്ലേ, ഈ റൈറ്റ് സൈഡിൽ നോക്കിയത് ചെലവാണ്. 20% എന്താണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ്. 17% സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്, 17% സംസ്ഥാനങ്ങൾക്ക് പിരിച്ചു കൊടുക്കുകയാണ്, അതായത് അവരുടെ ഓരോ വിഹിതം കൊടുക്കണം. അപ്പോൾ 20% ഇൻട്രസ്റ്റ് പേയ്മെന്റും നമ്മൾ ചെലവാക്കുന്നുണ്ട്, 17% സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതവും കൊടുക്കുന്നുണ്ട്. സബ്സിഡിയും ഡിഫൻസിനും നോക്കുക, 8% കൊടുത്തിട്ടുള്ളത്. പെൻഷന് 4% കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രലിന്റെ സ്കീമിന് 15% കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കിട്ടും. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലുത്? നോക്കുക, 20% ചെലവ് എന്തിനാ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ് അല്ലേ? എന്തിനാണ് നോക്കുക? ഇപ്പൊ പലിശ അടവ്, പ്രതിരോധ ചെലവ് 8% വന്നു അല്ലേ? ശമ്പളവും പെൻഷനും നമ്മൾ പറഞ്ഞു, സാമൂഹിക സേവനത്തിനുള്ള ചെലവുകളും നമ്മൾ പറഞ്ഞു. ഇവിടെ ജസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ, ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണ് ബജറ്റ്? അതും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കുക. അത് കുറച്ചുണ്ട്, ശ്രദ്ധിച്ച് വെക്കണം. ബജറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വരവും ചെലവുമാണ്. അതായത് ഈ വർഷത്തെ ഇപ്പോൾ എന്താണ് ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഫെബ്രുവരി മാസത്തിൽ ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള വരവും ചെലവിനെയും കുറിച്ച് മുൻകൂട്ടി പറയുകയാണ്. ഇത്ര രൂപ നമുക്ക് വരവ് വരും, അത് നമുക്ക് ഇത്ര രൂപ ചെലവാക്കാം. ചുരുക്കത്തിൽ ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യ രേഖയാണ് ബജറ്റ്. ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും അടങ്ങിയ ധനകാര്യ രേഖയാണ് ബജറ്റ്. ബജറ്റിന്റെ ധർമ്മം വിനിയോഗ ധർമ്മം. പൊതുവസ്തുക്കൾ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ഇതിന് വിനിയോഗ ധർമ്മം എന്ന് പറയുന്നു, യൂട്ടിലൈസേഷൻ ഫംഗ്ഷൻ. ഇനി വിതരണ ധർമ്മം. ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിലെ ജനങ്ങൾക്കിടയിൽ സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും വിതരണത്തിൽ വലിയ അസമത്വം ഉണ്ടാവും. വിതരണത്തിലുള്ള ഈ അസമത്വം കുറയ്ക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള നടപടികൾ ബജറ്റിലൂടെ ആവിഷ്കരിക്കേണ്ടി വരും. ഇതാണ് വിതരണ ധർമ്മം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സുസ്ഥിരീകരണ ധർമ്മം. സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നിലവാരത്തിൽ ചാക്രികമായ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുമെന്നും അത് നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മൾ ഈ മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഴയ വീഡിയോകളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് സൈക്കിളുകളെ നിയന്ത്രിക്കുക, അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൊണ്ടുവരിക, ഇതും എന്തിൻ്റെ ധർമ്മമാണ്? ബജറ്റിന്റെ ധർമ്മമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വിനിയോഗ ധർമ്മമുണ്ട്, വിതരണ ധർമ്മമുണ്ട്, സുസ്ഥിരീകരണ ധർമ്മവും എന്തുണ്ട്? ബജറ്റിനുണ്ട്. ഇനി നോക്കുക, ബജറ്റ് റവന്യൂ ബജറ്റ് എന്നും ക്യാപിറ്റൽ ബജറ്റ് എന്നും വേർതിരിച്ചിട്ടുണ്ട്. റവന്യൂ ബജറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ വരവുണ്ടാവും, റവന്യൂ ചെലവുണ്ടാവും. ഈ റവന്യൂ വരവിൽ നികുതി വരുമാനം ഉണ്ടാവും, നികുതിയേതര വരുമാനം ഉണ്ടാവും. റവന്യൂ ചെലവിൽ പദ്ധതി റവന്യൂ ചെലവുണ്ടാവും, പദ്ധതി ഏതര റവന്യൂ ചെലവുണ്ടാവും. ക്യാപിറ്റൽ ബജറ്റിൽ മൂലധന വരവുണ്ടാവും, മൂലധന ചെലവുകൾ ഉണ്ടാവും. പദ്ധതി മൂലധന ചെലവുണ്ടാവും, പദ്ധതിയേതര മൂലധന ചെലവുണ്ടാവും. ഒരു സംഭവം തന്നിട്ട് ഇതിൽ ഏതിൽ പെടുന്നു എന്ന് ചോദിക്കും. അതായത് ഇപ്പോൾ സബ്സിഡി ഇതിൽ ഏതിൽ പെടുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയാൽ മതി. എന്താണിത് നോക്കുക, ഗവൺമെന്റ് ബജറ്റിന്റെ വിവിധ ഘടകം. ഒന്ന് റവന്യൂ ബജറ്റ്, നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിട്ട് തരംതിരിക്കുക, ഒന്ന് റവന്യൂ പറഞ്ഞ് ക്യാപിറ്റൽ. അപ്പോൾ റവന്യൂവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ശ്രദ്ധിക്കണേ, ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും കൂടി ചേർന്നാണ് റവന്യൂ ബജറ്റ്. ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെന്റിന്റെ ആസ്തികളിൽ കുറവ് വരുത്തുകയോ ചെയ്യാതെ
ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനമാണ് റവന്യൂ വരുമാനം. ഈ റവന്യൂ വരുമാനത്തെ രണ്ടായി തരംതിരിക്കും: നികുതി വരുമാനം, നികുതിയേതര വരുമാനം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഗവൺമെന്റിന് യാതൊരുവിധ ബാധ്യതയും ഉണ്ടാക്കുന്നില്ല. ഭാവിയിലൊരു സംഭവം ഈ വരുമാനം ഉണ്ടാക്കുന്നില്ല, ഒരു ബാധ്യതയും സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നികുതി വരുമാനം, നികുതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് വീണ്ടും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി നികുതിയേതര വരുമാനം ശ്രദ്ധിക്കുക. നികുതികളിൽ കൂടിയല്ലാതെയും ഗവൺമെന്റിന് വരുമാനം ലഭിക്കാറുണ്ട്. ഉദാഹരണം, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ. കേന്ദ്ര ഗവൺമെന്റ് വായ്പ നൽകുകയാണ്, അതിൽ നിന്ന് കിട്ടുന്ന പലിശ. കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ലാഭവിഹിതവും. ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഫീസുകൾ ടാക്സ് അല്ല, ഫീസാണ്. അപ്പോൾ അത് നികുതിയേതര വരുമാനമാണ്. അതേപോലെ തന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യണേ. അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സഹായ ഗ്രാൻറ്റുകൾ. അപ്പോൾ ഈ സഹായ ഗ്രാൻറ്റുകൾ ഏതിൽ പെടുന്നു ചോദിക്കും. എന്താണ്? റവന്യൂ ഇതിലാണ് പെടുക. അതിലേതാണ്? നികുതിയേതര വരുമാനം. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് റവന്യൂ വരവിനെ കുറിച്ചാണ്. ഇനി റവന്യൂ ചെലവ് ശ്രദ്ധിക്കുക. പണം ചെലവഴിക്കുന്നത് മൂലം ഗവൺമെന്റിന്റെ ആസ്തികൾ വർദ്ധിക്കുകയോ ബാധ്യതകൾ കുറയുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഗവൺമെന്റ് ചെലവുകളെ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നു. ഇപ്പൊ ഉദാഹരണം നോക്കുക. ശമ്പളം, പെൻഷൻ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഗവൺമെന്റ് നൽകുന്ന ഗ്രാൻഡ് തന്നെ മാർക്ക് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാൻഡ്, സബ്സിഡികൾ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? റവന്യൂ ചെലവ്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സിഡി എന്തിന് എക്സാമ്പിൾ ആണ്? റവന്യൂ ചെലവിനെ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് പദ്ധതി റവന്യൂ ചെലവെന്നും പദ്ധതിയേതര റവന്യൂ ചെലവെന്നും വേർതിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പിനായും, ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി ഇല്ല, അപ്പോൾ വിവിധ പ്ലാനുകളുടെ നടത്തിപ്പിനായും, അതേപോലെ തന്നെ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്ന തുക റവന്യൂ ചെലവുകളുടെ ഭാഗമാണ്. എന്നാൽ ഏറിയ പങ്കും റവന്യൂ ചെലവിന്റെ പദ്ധതിയേതര മേഖലയിലുള്ളതാണ്. അതായത് നോൺ പ്ലാൻ ആയിട്ടുള്ള സംഭവമാണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. വായ്പകളുടെ പലിശ, അടവ്, ദേശരക്ഷയ്ക്കായി നടത്തുന്ന ചെലവുകൾ, സബ്സിഡികൾ. അപ്പോൾ സബ്സിഡി ഏതിനാണ്? നോൺ പ്ലാൻ റവന്യൂ. ഓക്കെ, അതേപോലെ തന്നെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, പെൻഷൻ, ഇതെല്ലാം പദ്ധതിയേതരമാണ്. അപ്പോൾ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് സ്കീമുകൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്നത് പദ്ധതിയും, അതല്ലാത്ത എല്ലാം പദ്ധതിയേതരം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു, സബ്സിഡി, അതേപോലെ തന്നെ പെൻഷൻ, ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, ഇതെല്ലാം റവന്യൂല് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ശ്രദ്ധിക്കുക. സബ്സിഡി ഏതിൽ പെടുക? റവന്യൂ ചെലവ്. ഗവൺമെന്റിന് അതൊരു ചെലവാണ് അല്ലേ? ഓക്കെ, ഗവൺമെന്റിന് ഒരു ചെലവല്ലേ സബ്സിഡി എന്ന് പറയുമ്പോൾ. നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്, 10 രൂപയുടെ സാധനമാണ്. ഗവൺമെന്റ് പറയും 5 രൂപ കൊടുത്താൽ മതി, 5 രൂപ ഞങ്ങൾ എടുക്കുക. അപ്പോൾ 5 രൂപയ്ക്ക് അതിന് സബ്സിഡി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിന് ചെലവാണ്. ഓക്കെ, അതാണ് സബ്സിഡി. ഓക്കെ, നോക്കുക. ഇനി മൂലധന ബജറ്റ്, ക്യാപിറ്റൽ. അതായത് ഗവൺമെന്റിന്റെ ആസ്തിയുടെയും ബാധ്യതയുടെയും വിവരങ്ങളാണ് മൂലധന ബജറ്റിൽ പ്രതിപാദിക്കുന്നത്. ഗവൺമെന്റിന്റെ ആസ്തികൾ വിറ്റഴിക്കുക, ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുക, ഇതെല്ലാം എന്താണ്? മൂലധനവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഗവൺമെന്റിന് വരുമാനം ലഭിക്കുകയാണെങ്കിൽ മൂലധന വരവുകൾ എന്ന് പറയുന്നു, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണം, പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെന്റ് സ്വീകരിക്കുന്ന വായ്പ, ഭാവിയിൽ തിരിച്ചു കൊടുക്കണം അല്ലെ? പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെന്റ് സ്വീകരിക്കുന്ന വായ്പ. ട്രഷറി ബില്ലുകളുടെ വിൽപ്പനയിലൂടെ കേന്ദ്ര ബാങ്കിൽ നിന്നും ഇതര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പ, അതും ഭാവിയിൽ തിരിച്ചു കൊടുക്കണം. വിദേശ ബാങ്കുകൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ഗവൺമെന്റ് ലഭിക്കുന്ന വായ്പ ശ്രദ്ധിക്കണേ, ഗ്രാൻഡ് അല്ല, എന്താണ്? വായ്പ. നേരത്തെ നമ്മൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു, തെറ്റിക്കരുത്. അതൊന്നും തിരിച്ചു കൊടുക്കണ്ട. ഓക്കെ, ഗ്രാൻഡ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ വായ്പ നമ്മൾ കൊടുക്കണം. എന്നിവ മൂലധന വരവിന്റെ ഭാഗമാണ്. കൂടാതെ പോസ്റ്റ് ഓഫീസുകൾ വഴി സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ, പ്രോവിഡന്റ് ഫണ്ടിലൂടെ സ്വീകരിക്കുന്ന പണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ, ഓക്കെ, അപ്പൊ അത് ആസ്തിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണം, ഇതെല്ലാം എന്താണ്? മൂലധന വരവാണ്. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കുക. വിവിധതരം വായ്പകള്,
പ്രോവിഡന്റ് ഫണ്ടിലൂടെ ലഭിക്കുന്ന പണം, പോസ്റ്റ് ഓഫീസ് വഴി സ്വീകരിക്കുന്ന നിക്ഷേപം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം, ഇതെല്ലാം എന്താണ്? മൂലധന വരവാണ്. മൂലധന വരവാണ്. എന്താണ് മൂലധന ചെലവ്? ഗവൺമെന്റിന്റെ ബാധ്യതകൾ കുറയ്ക്കുകയോ ആസ്തികൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നതാണ്. ഇപ്പൊ പൈസ ചെലവായാലും ഭാവിയിൽ വരുമാനം കിട്ടുന്ന സംഭവം. ഇപ്പൊ ഉദാഹരണം, ഭൂമി, കെട്ടിടം, യന്ത്രസാമഗ്രികൾ, ഓഹരികൾ എന്നിവയിൽ ഗവൺമെന്റ് നടത്തുന്ന നിക്ഷേപം. ഓക്കെ, അപ്പൊ പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ഫാക്ടറി നിർമ്മിക്കുകയാണ് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ കുറെ പൈസ ചെലവാക്കിയാലും ഭാവിയിൽ അതിന് ലാഭം കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണത്? മൂലധന ചെലവാണ്. ഇപ്പൊ ചെലവാണ്, ഭാവിയിൽ അത് നമുക്ക് പൈസയായിട്ട് കിട്ടും. നോക്കുക, പൊതുമേഖലാ സ്ഥാപനം, സംസ്ഥാനങ്ങള്, കേന്ദ്രഭരണ പ്രദേശം, വിദേശ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഗവൺമെന്റ് നൽകുന്ന വായ്പ. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വായ്പ കൊടുക്കുകയാണ്, ഭാവിയിൽ അത് തിരിച്ചു കിട്ടും. അതാണ് മൂലധന ചെലവ്. ദേശരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവുകൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സബ്സിഡി എപ്പോഴും ചോദിക്കും. സബ്സിഡി റവന്യൂ വരുമാനമാണ്. ഓക്കെ, സോറി, സബ്സിഡി റവന്യൂ ചെലവാണ്. ചെലവ് കേട്ടോ, ചെലവ്. ടാക്സ് എന്താണ്? റവന്യൂ വരുമാനമാണ്. റവന്യൂ വരുമാനമാണ്. സബ്സിഡി എന്താണ്? റവന്യൂ ചെലവാണ്. ഒന്നുകൂടെ പറയാ, ടാക്സ് റവന്യൂ വരുമാനവും സബ്സിഡി റവന്യൂ ചെലവുമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ബജറ്റ്. ബജറ്റ് പറയുമ്പോൾ സന്തുലിത ബജറ്റ് ഉണ്ട്, അസന്തുലിത ബജറ്റ് ഉണ്ട്. സന്തുലിത ബജറ്റ് എന്ന് പറയുമ്പോൾ വരവും ചെലവും ഈക്വലായി പോവുകയാണെങ്കിൽ സന്തുലിത ബജറ്റ്. അസന്തുലിത ബജറ്റ് എന്ന് പറയുമ്പോൾ മിച്ച ബജറ്റും ഉണ്ട്, അതേപോലെ തന്നെ കമ്മി ബജറ്റും ഉണ്ട്. മിച്ച ബജറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ പ്രതീക്ഷിത ചെലവിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിത വരുമാനം. അപ്പോൾ വരുമാനം കൂടുകയാണ്, ചെലവ് കുറയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുമല്ലോ, അല്ലേ? ഓക്കെ, അതായത് നമ്മുടെ വരുമാനം കൂടുകയാണ്, ചെലവ് കുറയാണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക? സർപ്ലസ് ബജറ്റ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡെഫിസിറ്റ് ബജറ്റ്. അടുത്ത ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബജറ്റ് കമ്മി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റവന്യൂ കമ്മി സമം റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരുമാനം. ഇക്വേഷൻ ആയിട്ട് തന്നെ ചോദിക്കുക. റവന്യൂ കമ്മി സമം റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരുമാനം. ദൈനംദിന ചെലവുകൾ നിറവേറ്റാൻ പോലും റവന്യൂ വരുമാനം തികയാതെ വരുന്ന അവസ്ഥയാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. റവന്യൂ കമ്മിയുള്ളപ്പോൾ ഗവൺമെന്റ് ദൈനംദിന ചെലവുകൾക്കായി കടം വാങ്ങേണ്ടി വരുന്നു. ഇനി ഫിസ്ക്കൽ കമ്മി. ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ മൊത്തം ചെലവും വായ്പയൊഴികെയുള്ള മൊത്തം വരുമാനവും കൂടി ചേർന്നാണ് ഫിസ്ക്കൽ കമ്മി. ഇത്രയേ ഉള്ളൂ. ഫിസ്ക്കൽ കമ്മി സമം മൊത്തം ചെലവ് മൈനസ് വായ്പയൊഴികെയുള്ള മൊത്തം വരുമാനം. ഈ വായ്പ കിട്ടുന്നത് നമ്മുടെ യഥാർത്ഥ വരുമാനമല്ലല്ലോ, അത് പിന്നീട് തിരിച്ചു കൊടുക്കേണ്ട സംഭവമല്ലേ. അപ്പോൾ ഫിസ്ക്കൽ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തെ മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള വരുമാനം. മൊത്തം ചെലവ് മൈനസ് വരുമാനം എഴുതാൻ പറ്റില്ല, വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. അടുത്ത നോക്കുക. അപ്പോൾ അതിൽ ഫിസ്ക്കൽ കമ്മി നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഫിസ്ക്കൽ കമ്മി സമം രാജ്യത്തിനകത്തുള്ള അറ്റ കടബാധ്യത, റിസർവ് ബാങ്കിന്റെ അറ്റ കടബാധ്യത, വിദേശത്തു നിന്നുള്ള കടബാധ്യത. ഓക്കെ, അപ്പോൾ ഫിസ്ക്കൽ കമ്മിനെ വേറെ രീതിയിൽ എഴുതാം. രാജ്യത്തിന്റെ അകത്തുള്ള കടബാധ്യത, RBIയുടെ കടബാധ്യത, വിദേശത്തു നിന്നുള്ള കടബാധ്യത. അത് കൂടിച്ചേർന്നതും എന്ത് തന്നെയാണ്? ഫിസ്ക്കൽ കമ്മി തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞു റവന്യൂ കമ്മി നികത്താനായി കടം വാങ്ങുന്ന തുകയും ഫിസ്ക്കൽ കമ്മിയിൽ ഉൾപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയി ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റവന്യൂ കമ്മി വരുമ്പോൾ നമുക്ക് കടം വാങ്ങേണ്ടി വരും. അപ്പോൾ അതിന് കടം വാങ്ങുകയാണെങ്കിൽ അതും എന്തിൽപ്പെടും? ഫിസ്ക്കൽ കമ്മിയിൽ ഉൾപ്പെടും. ഇനി എന്താണ് പ്രാഥമിക കമ്മി? ഫിസ്ക്കൽ കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യത. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഫിസ്ക്കൽ കമ്മി തന്നെയാണ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് തന്നെയാണ്. പക്ഷെ അതിൽ എന്തുണ്ടാവില്ല? അറ്റ പലിശ ബാധ്യത ഉണ്ടാവില്ല, പലിശയ്ക്കുള്ള ബാധ്യത ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മോണിറ്ററി പോളിസി RBI ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതായത് പണനയം RBI ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ധനനയം ആരാണ് നോക്കുക? ഫിസ്ക്കൽ പോളിസി അത് ഗവൺമെന്റ് ആണ്. ആരാണ് നടത്തുന്നത്? ഗവൺമെന്റ് ആണ് നടത്തേണ്ടത്. ഇപ്പൊ ഉദാഹരണം നോക്കുക, ഇൻഫ്ലേഷന്റെ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ, ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട. അതിന് നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്താൽ മതി. നോക്കുക, ഇൻഫ്ലേഷൻ വരുമ്പോൾ ഗവൺമെന്റ് എന്തൊക്കെ ഫിസ്ക്കൽ പോളിസിയാണ്, എന്തൊക്കെ ധനനയമാണ് ചെയ്യുക? നോക്കുക, ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് കുറയ്ക്കുക, ഗവൺമെന്റ് കടം വാങ്ങൽ കുറയ്ക്കുക, ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻഫ്ലേഷൻ വരികയാണ്, എല്ലാവരുടെ കയ്യിലും പൈസയാണ്. അപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരുടെ കയ്യിലും ഓൾറെഡി പൈസയുണ്ട്. ഗവൺമെന്റ് ഇനി പൈസ വാങ്ങിയിട്ട് ഇനി അവിടെ ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും കൊടുക്കേണ്ട കാര്യമോ വല്ല പ്ലാനും നടത്തേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്യണ്ട. ഗവൺമെന്റ് ചെലവ് പരമാവധി എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഏത് സമയത്ത്? ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത്. ഇപ്പൊ ഗവൺമെന്റ് പുതിയ പ്രൊജക്ട് വന്നു എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ കൂലിയും ബാക്കിയുള്ള സംഭവങ്ങളായിട്ട് ഇനിയും ഗവൺമെന്റിന് ജനങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരികയല്ലേ ചെയ്യുക.
അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൽ ഈ 4 അതേപോലെ പഠിച്ചു വയ്ക്കുക. ഇൻഫ്ലേഷൻ സമയത്ത് എന്തൊക്കെയാണ് ഫിസ്ക്കൽ പോളിസി? എന്താണ്? ഗവൺമെന്റ് ചെലവ് കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് കുറയ്ക്കുക, അതേപോലെ തന്നെ ഗവൺമെന്റ് കടം വാങ്ങൽ കുറയ്ക്കുക, ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ കുറവ് എന്ന് പഠിച്ചു വയ്ക്കുക ഇൻഫ്ലേഷൻ സമയത്ത്. ഏതിൽ? ഫിസ്ക്കൽ പോളിസിയിൽ കേട്ടോ. ഫിസ്ക്കൽ പോളിസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് മോണിറ്ററി പോളിസിയിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ട്രഷറി ബില്ലുകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കേന്ദ്ര അതോറിറ്റിയുടെ ഹ്രസ്വകാല 1 വർഷം വരെ കടമെടുക്കുന്ന ഉപകരണമാണ്. അപ്പോൾ 1 വർഷം വരെ ഇന്ത്യ ഗവൺമെൻറ്റിന് കടമെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? ട്രഷറി ബില്ല്. ഇത് നിക്ഷേപകർക്ക്, അതായത് അതിൽ നിക്ഷേപിക്കുന്നവർക്ക് അവരുടെ ഹ്രസ്വകാല മിച്ച ഫണ്ടുകൾ പാർക്ക് ചെയ്യാൻ, അവർക്ക് അവിടെ പൈസ നിക്ഷേപിക്കാൻ പറ്റും. റിസ്ക് കുറയ്ക്കുകയാണ് അവരുടെ, അതായത് അതെന്തായാലും തിരിച്ചു കിട്ടും. നോക്കി, അപ്പോൾ കൃത്യമായ ഇടവേളയിൽ അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതാണ്. ഇനി സംസ്ഥാന സർക്കാരിന് ട്രഷറി ബില്ലുകൾ നൽകാമോ? സംസ്ഥാന സർക്കാരുകൾ ട്രഷറി ബില്ലുകളൊന്നും നൽകുന്നില്ല. ട്രഷറി ബില്ലുകളുടെ പലിശ നിശ്ചയിക്കുന്നത് കമ്പോള ശക്തികളാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ട്രഷറി ബില്ലുകളുടെ പലിശ നിശ്ചയിക്കുന്നത് ആരാണ്? മാർക്കറ്റാണ്. ആർക്കൊക്കെ വാങ്ങാം? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ട്രസ്റ്റുകൾക്കും ബാങ്കുകൾക്കും ഇതെല്ലാം ട്രഷറി ബില്ല് വാങ്ങാം. അതായത് 91 ദിവസം, 182 ദിവസം, 364 ദിവസം എന്നിങ്ങനെ 3 കാലയളവിലായിട്ട് 3 ടൈപ്പ് ട്രഷറി ബില്ലാണ് ഇപ്പോൾ ഉള്ളത്. 91 ദിവസം, 182 ദിവസം, 364 ദിവസം. ഓക്കെ, ഇരട്ടി എടുത്തിട്ട് പോവുക. അപ്പോൾ ഇതാണ് ട്രഷറി ബില്ലുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി കോൾ ലോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് കോൾ ലോൺ എന്നത് കടം കൊടുക്കുന്നയാൾക്ക് എപ്പോൾ വേണമെങ്കിലും കടം വാങ്ങുന്നയാളിൽ നിന്ന് തിരിച്ചടവ് ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരുതരം വായ്പയാണ്. അതിന് പറയുന്ന പേരാണ് എന്ത്? കോൾ ലോൺ. ഓക്കെ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക, അതായത് എപ്പോൾ ചോദിച്ചാലും അത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് മറ്റു വായ്പകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇതൊരു നിശ്ചിത ഷെഡ്യൂൾ അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കുന്നതിന് പകരം ആവശ്യാനുസരണം തിരിച്ചടയ്ക്കാവുന്നതാണ്. അപ്പോൾ കോൾ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? തിരിച്ചടയ്ക്കണം. ഓക്കെ, കോൾ ലോണുകൾ സാധാരണയായിട്ട് ബാങ്കുകൾ ബ്രോക്കറേജ് ഹൗസുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അത് അവരുടെ ക്ലയൻറ്റുകളുടെ മാർജിൻ അക്കൗണ്ടുകൾക്ക് ഹ്രസ്വകാല ധനസഹായമായി വായ്പ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നോക്കുക, ചിലത് നോക്കുക. അതിനാൽ കോൾ ലോണുകൾ ബ്രോക്കർ ലോണുകൾ അല്ലെങ്കിൽ ബ്രോക്കർ ഓവർനൈറ്റ് ലോണുകൾ എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ വായ്പ നൽകുന്ന ബാങ്കിന് എപ്പോൾ വേണമെങ്കിലും ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ നിന്ന് തിരിച്ചടവ് ആവശ്യപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹ്രസ്വകാലമാണ്, വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള സംഭവമാണ് കോൾ ലോണുകൾ. ഓക്കെ, ഇനി നോക്കുക, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സംസ്ഥാന സർക്കാരുകളാണ് ട്രഷറി ബില്ലുകൾ നൽകുന്നത്. തെറ്റല്ലേ? നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി കുറവാണ്. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൈസയാക്കി മാറ്റാൻ പറ്റുന്നത് എന്നുള്ള സംഭവമാണ്. അപ്പോൾ കോൾ ലോണുകൾ പെട്ടെന്ന് തിരിച്ചടവുള്ള ഒരു സംഭവമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കുക, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. നമ്മൾ പറഞ്ഞത് ശരിയാണ്. ബാങ്കുകൾക്ക് നിയമപരമായി ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമല്ല എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ 2, 3 എന്നുള്ളതാണ് ശരി. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഫാക്ടർ ചെലവിൽ GDP എന്തിന് തുല്യമാണ്? അപ്പോൾ GDP എന്തിന് തുല്യമാണ്? അപ്പോൾ ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നോക്കുക, എന്താണ് GDP? ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ 1 വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. പണമൂല്യം. ഇപ്പോൾ ഒരു വീട്ടമ്മ ജോലി ചെയ്യുകയാണെങ്കിൽ അത് GDPയിൽ പെടില്ല. കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും, ഘടക ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഘടക ചെലവിലുള്ളത്, ഫാക്ടർ കോസ്റ്റിലുള്ളതെന്നും പറയുന്നു. മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് വരിക. ഓക്കെ, ഇനി നോക്കുക, എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്? GNP. ഒരു രാജ്യത്ത് 1 വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം. ഒരു രാജ്യത്ത് നിന്നാണ്.
ഓക്കെ, നോക്കുക. ഒരു സമ്പദ് വ്യവസ്ഥയുടെ GNP ലഭിക്കണമെങ്കിൽ GDPയോട് കൂടി വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് കൂട്ടിയാൽ മതിയാവും. ശ്രദ്ധിക്കണേ, GNP എന്ന് പറയുന്നത് GDP പ്ലസ് NFIA നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ്, വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനമായിരിക്കും. അതായത് ഇന്ത്യയിൽ വല്ല വിദേശ കമ്പനി ഉൽപാദനം നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് GDPയിൽ ഉൾപ്പെടും. നോക്കുക, GDPയുടെ ഡെഫിനിഷൻ എന്താണ്? രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിന്നാണ്. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന പൈസയല്ലല്ലോ, ഇവിടുന്ന് പോകുന്ന പൈസയല്ലേ, ആ രാജ്യത്തിലേക്ക് ആ വിദേശ കമ്പനി കൊണ്ടുപോകുന്ന പൈസയല്ലേ. അപ്പോൾ അത് ഏതിൽ ഉൾപ്പെടില്ല? GNPയിൽ ഉൾപ്പെടില്ല. അതേപോലെ തന്നെ വിദേശത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ പണിയെടുത്തിട്ട് സ്വന്തം നാട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് GDPയിൽ ഉൾപ്പെടില്ല, GNPയിൽ ഉൾപ്പെടും. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് രാജ്യത്തിനകത്ത് എന്ത് ഉൽപ്പാദിപ്പിച്ചാലും അത് GDPയും. GNP എന്ന് പറയുമ്പോൾ രാജ്യത്ത് മീൻസ് രാജ്യത്തിന്റെ അതിർത്തി എന്നുള്ളതല്ല. ഓക്കെ, രാജ്യത്തെ ആളുകൾ അവർ വിദേശത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും, ഇവിടത്തുള്ള ആൾക്കാരായിരിക്കും. ഇനി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ രാജ്യത്തേക്ക്, ശ്രദ്ധിച്ചേക്കണേ, നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്ത് നിന്ന് 1000 രൂപ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്നുള്ള ആളുകൾ, അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് വിദേശികൾ 700 രൂപ കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 700 രൂപ കൊണ്ടുപോകുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ പുറമേ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് 1000 രൂപ അയക്കുന്നുണ്ട്, ഇവിടെ നിന്ന് വിദേശികൾ 700 രൂപ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 1000 മൈനസ് 700 എത്രയാണ്? 300 രൂപയായിരിക്കും ഇവിടെ എന്ത് NFIA എന്ന് പറയുന്നത്. ഓക്കെ, എത്രയേ ഉള്ളൂ. അത് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇത് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇവിടെ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. അതായത് പുറമേ നിന്നുള്ള വിദേശത്ത് ഉള്ള ഇന്ത്യക്കാർ കൊണ്ടുവരുന്നത് മൈനസ് ഇന്ത്യക്കകത്തുള്ള വിദേശികൾ കൊണ്ടുപോകുന്നത്, അത്രേ ഉള്ളൂ, NFIA. ഇനി നോക്കുക, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് GDPയിൽ നിന്ന് തേയ്മാന ചെലവ് ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് എന്ത്? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലും ഘടകച്ചെലവിലും കാണാൻ പറ്റും. അടുത്തത് അറ്റ ദേശീയ ഉൽപ്പന്നം. ഓക്കെ, NNP എന്ന് പറഞ്ഞു വെച്ചാൽ GNP എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ, തേയ്മാനം എന്ത് ചെയ്യുക? കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കുക, NDP കിട്ടാൻ വേണ്ടിയിട്ട് GDPന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു, NNP കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് GNPന്ന് എന്ത് കുറച്ചു? ഡിപ്രീസിയേഷൻ കുറച്ചു. ഓക്കെ, ഇനി പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? എന്താണ്? ദേശീയ വരുമാനം, രാജ്യത്തെ മൊത്തം വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ. ഓക്കെ, ഇനി നോക്കുക, ഒരു സാധനത്തിന്റെ കമ്പോള വിലയിലുള്ള ഘടക ചെലവും അറ്റ പരോക്ഷ നികുതിയും ഉൾപ്പെടുന്നു. അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് സമം ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സാധനത്തിന് മാർക്കറ്റിൽ കിട്ടുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ കിട്ടുന്നത് 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ അതിന് 10 രൂപയാണ്. ഗവൺമെൻറ് 2 രൂപയാണ് അതിന് ടാക്സ് ഈടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത്, നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത് 10 രൂപയ്ക്കാണ്. അപ്പോൾ ഗവൺമെൻറ് 2 രൂപ അതിൽ ടാക്സ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില എന്തായിരിക്കും? ഓക്കെ, ഫാക്ടർ കോസ്റ്റ് എന്തായിരിക്കും യഥാർത്ഥ വില? ഓക്കെ, 10 മൈനസ് 2 എത്രയാണ്? 8 രൂപ. ആ സാധനത്തിൻ്റെ വില 8 രൂപ, ഗവൺമെൻറ് ടാക്സ് ഈടാക്കുന്നത് 2 രൂപ. അതുകൊണ്ട് നിങ്ങൾ കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്ക്. ഇനി അടുത്തൊരു കാര്യം കൂടി, ഇനി ടാക്സ് വേണ്ട, സബ്സിഡി എടുക്കുക. ഒരു സ്ഥലത്ത് ഒരു കുപ്പി വെള്ളം വെക്കുകയാണ്, വെള്ളത്തിന് 10 രൂപയാണ്. പക്ഷെ 10 രൂപ കൊടുത്തിട്ട് അവിടുത്തെ ആൾക്കാർക്ക് അത് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കമ്പനിക്ക് 10 രൂപ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഗവൺമെൻറ് പറയാണ് 5 രൂപ കമ്പനിക്ക് ഞങ്ങൾ കൊടുക്കുക, ജനങ്ങൾ 5 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 5 രൂപേൻ്റെ ബാധ്യത ആര് സഹിക്കും? ഗവൺമെൻറ് സഹിക്കും. ഇതിനെ സബ്സിഡി എന്ന് പറയുന്നു. അപ്പോൾ 10 രൂപ ആണ് അവിടെ ഉള്ളത്, ആ സാധനത്തിനുള്ളത്. പക്ഷെ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 5 രൂപയ്ക്ക് വാങ്ങുന്നു. 5 രൂപയാണ് എന്ത്?
സബ്സിഡി. 5 രൂപയാണ് സബ്സിഡി. അപ്പോൾ സാധനം നിങ്ങൾക്ക് കിട്ടുന്നത് 5 രൂപയ്ക്കാണ്. 5 രൂപയാണ് സബ്സിഡി എങ്കിൽ സാധനത്തിൻ്റെ വില എത്ര രൂപയാണ്? 10 രൂപ. 10 രൂപ. 10 രൂപ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ചോദിക്കുക? ഇതിങ്ങനെയല്ല ചോദിക്കുക, അത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. എങ്ങനെയാണ് ചോദിക്കുക ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. GDP at factor cost സമം GDP at market price പ്ലസ് സബ്സിഡി മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് ഒരു സാധനത്തിൻ്റെ വില 10 രൂപ. ഒരു സാധനത്തിൻ്റെ വില 10 രൂപ. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, 10 രൂപ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സംഭവമാണ്. ഒരു സാധനം നിങ്ങൾക്ക് മാർക്കറ്റിൽ 5 രൂപയ്ക്ക് കിട്ടുകയാണ്. 7 രൂപയാണ് അതിൻ്റെ സബ്സിഡി, 2 രൂപയാണ് എന്ത് അതിൻ്റെ ടാക്സ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില എന്തായിരിക്കും? മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് 5 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ആ സാധനത്തിന് ഗവൺമെൻറ് സബ്സിഡി തരുന്നത് 7 രൂപയാണ്. അതേപോലെ തന്നെ ടാക്സ് എത്രയാണ്? 2 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് 5 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഓക്കെ, ആ സാധനത്തിൻ്റെ പ്രൈസ്. ഓക്കെ, 7 രൂപ സബ്സിഡി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രൈസ് എന്ന് പറയുമ്പോൾ 5 + 7. സബ്സിഡി എപ്പോഴും കൂട്ടുക. ഓക്കെ, പിന്നെ എന്ത് കുറയ്ക്കുക? ടാക്സ് കുറയ്ക്കുക. അപ്പോൾ 5 + 7 12. 12 - 2 എത്രയാണ്? 10. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ. സബ്സിഡി കൂട്ടുക, ടാക്സ് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ യഥാർത്ഥ വില കിട്ടും. ഒന്നുകൂടെ പറയുക, സബ്സിഡി കൂട്ടുക, ടാക്സ് കുറയ്ക്കുക. അത് അതേപോലെ പഠിച്ചു വയ്ക്കുക കേട്ടോ. എനിക്ക് അതേപോലെ ചോദിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ നിർത്തിയത് ആ കാര്യത്തിലാണ്. ഇനി വ്യക്തിഗത വരുമാനം അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് ഇനി തിരിച്ചു വരാം. ചോദ്യം എന്താണ്? GDP അല്ലേ? GDP ഫാക്ടർ ചെലവിൽ എന്തിന് തുല്യമാണ്? നോക്കാം കേട്ടോ. GNP സമം GDP പ്ലസ് X - M. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന് പറയുമ്പോൾ ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഹു ആർ ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി, പുറമേ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് തരുന്നത്, മൈനസ് ഇൻകം ഓഫ് ദ ഫോറിനേഴ്സ് ഇൻ എ കൺട്രി, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഫോറിനേഴ്സ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന വരുമാനം. അപ്പോൾ GNP എന്ന് പറഞ്ഞു വെച്ചാൽ GDPന്ന് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് കുറച്ചാൽ മതി എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി NNP എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNP മൈനസ് ഡിപ്രീസിയേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് GDPയും NNPയും തമ്മിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ GNP എന്ന് എഴുതിയിട്ടില്ലേ? ഈ GNPയുടെ അവിടെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. നോക്കുക, NNP സമം GNP മൈനസ് ഡിപ്രീസിയേഷൻ അല്ലേ? ഇവിടെ GNP എന്താന്ന് തന്നിട്ടുണ്ട്? GDP പ്ലസ് X - M. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നോക്കുക, ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. ഇവിടെ GNP എന്നുള്ള ഇക്വേഷനിൽ ഇവിടുത്തെ GNP ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിന്ന് GDP എന്നുള്ളത് കണ്ടുപിടിക്കുക. GDP സമം NNP മൈനസ് X - M പ്ലസ് ഡിപ്രീസിയേഷൻ. ഇതിങ്ങോട്ട് കൊണ്ടുപോവുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ GDP എന്നുള്ളത് എന്ത് കിട്ടും? GDP സമം NNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് X - M അല്ലേ, പ്ലസ് ഡിപ്രീസിയേഷൻ. ഇനി അത് നോക്കുക, NNPയും GDPയും തമ്മിലുള്ള ബന്ധം നോക്കുക. വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച പ്ലസ് ഡിപ്രീസിയേഷൻ മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം മൈനസ് അറ്റപരോക്ഷ നികുതി. ഈ അറ്റപരോക്ഷ നികുതി എന്ന് പറയുമ്പോൾ ഫാക്ടർ കോസ്റ്റിൽ കണ്ടുപിടിക്കുന്നതാണ്. അതിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചു വയ്ക്കുക. എന്താണ്? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം,
അതേപോലെ തന്നെ വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇത് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഇതിന് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഇത് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് ബാക്കിയുള്ളത് ആ സമയത്ത് മനോധർമ്മം പോലെ ഡിറൈവ് ചെയ്തെടുക്കാൻ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഈ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു തന്നത്. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ അവിടെ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ ഈ ഇക്വേഷൻസ് ഒക്കെ. നോക്കുക, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അറ്റ പരോക്ഷ നികുതി എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിക്കും. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കുക. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് സമം ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അറ്റ പരോക്ഷ നികുതി ലഭിക്കാൻ പരോക്ഷ നികുതിയിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അടുത്തത്, നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംഭവിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. അതിൻ്റെ ഉത്തരം എഴുതുന്നതിന് മുമ്പ് നമുക്കൊരു കർവ് നോക്കാം. ഓക്കെ, അതായത് ഇതിനെ ലാഫർ കർവ് എന്നാണ് പറയുക. ഓക്കെ, നോക്കാം. ലാഫർ കർവ് അതായത് ടാക്സ് റേറ്റ് വേഴ്സസ് ഗവൺമെൻറ് റവന്യൂ ആണ്. ടാക്സ് റേറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ഗവൺമെൻറ് റവന്യൂ കൂടി വരും. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ റവന്യൂ മാക്സിമം ആവും, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ മാക്സിമം ആവും. പിന്നെയും ടാക്സ് കൂട്ടുകയെന്ന് വിചാരിക്കുക, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെന്തിനാ ഇത്രയും പണിയെടുക്കണം, ഇത് മൊത്തം ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാതിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടാക്സ് വെട്ടിപ്പ് നടത്തും. അങ്ങനെ ഒരുപാട് സംഭവം നടത്തും. നോക്കുക, അപ്പോൾ ടാക്സ് റേറ്റ് കൂട്ടരുത്, ഓവറായിട്ട് കൂട്ടരുത്. അതേപോലെ തന്നെ ഓവറായിട്ട് കുറയ്ക്കരുത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ടാക്സ് കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വേണം. ഓക്കെ, ഇനി നോക്കുക, നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത്രയേ ഉള്ളൂ. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നികുതി മൂലം ഉണ്ടാകുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അധിക ഭാരം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഗവൺമെന്റിനും അത് നല്ലതാണ്. നോക്കുക, ഇത് സർക്കാരിന് പരമാവധി നികുതി വരുമാനം നൽകുന്നു. തെറ്റല്ലത്? പരമാവധി നികുതി വരുമാനം നൽകുക എന്ന് പറയുമ്പോൾ ടാക്സ് റേറ്റ് പിന്നെയും കൂട്ടി പോകേണ്ടി വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് നികുതി വരുമാനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു, അതും തെറ്റാണ്. ഇത് അതിൻ്റെ ഫലത്തിൽ സമ്പദ് വ്യവസ്ഥയെ നിഷ്പക്ഷതയിലാക്കുന്നു, അതും തെറ്റാണ്. ഇതാണ് ഉത്തരം. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു, നമുക്കുണ്ടാകുന്ന അധിക ഭാരം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അടുത്തത് ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ മാത്രമാണ്. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനം മൈനസ് വിതരണം ചെയ്യപ്പെടാത്ത ലാഭം മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് ഗാർഹിക മേഖല നൽകുന്ന അറ്റ പലിശ പ്ലസ് മാറ്റ അടവുകൾ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുക, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഓക്കെ, ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വ്യക്തിഗത വരുമാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വ്യക്തിഗത വിനിയോഗ വരുമാനം, അതായത് ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് മാറും, ശ്രദ്ധിക്കുക. വ്യക്തിഗത വിനിയോഗ വരുമാനം സമം വ്യക്തിഗത വരുമാനം മൈനസ് വ്യക്തിഗത നികുതി പ്ലസ് നികുതി ഇതര അടവുകൾ. ഓക്കെ, നികുതി ഇതര അടവുകൾ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് വേണം അത് നിങ്ങൾ സോൾവ് ചെയ്യാൻ. ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഇതിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ശരിയാണ്. ശരിയല്ലാത്തത് ഏതാണ്? 4 മാത്രമാണ്. ഇത് ജസ്റ്റ് ഇക്വേഷൻസിൻ്റെ മാത്രം ഒരു കളിയാണ്, വേറെ അതിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്ത ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യം LAFമായി ബന്ധപ്പെട്ട് സ്വയംഭരണ ദ്രവ്യത. ഓക്കെ, അപ്പോൾ സ്വയംഭരണ ദ്രവ്യതയുമായി ബന്ധപ്പെട്ടാണ്. LAF മാത്രമല്ല, ഈ LAF എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇപ്പോൾ RBI കമേഴ്ഷ്യൽ ബാങ്കിന് കടം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ തിരിച്ചു കൊടുക്കുമ്പോൾ പൈസ മാത്രമല്ല പലിശയും കൊടുക്കും. ആ പലിശയെ പറയുന്ന പേരാണ് എന്ത്? റിപ്പോ റേറ്റ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്? കടം കൊടുക്കുകയാണ്.
ഓക്കെ, RBI കടം കൊടുക്കും. ഇനി മാർക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അത് അവർക്ക് വലിച്ചെടുക്കാനും പറ്റും. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റ് നോക്കുക. റിവേഴ്സ് റിപ്പോ റേറ്റ് അതായത് അവരിന്ന് കടം വാങ്ങുക, തിരിച്ച് എന്ത് ചെയ്യണം, പലിശ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കാനും പറ്റും. അപ്പോൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റിനെയൊക്കെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യം. പക്ഷെ അതിൽ തന്നെ വേറൊരു സംഭവമാണ് സ്വയംഭരണ ദ്രവ്യത. ഇത്രയേ ഉള്ളൂ. പണനയ നടപടികൾ ഇല്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യതയാണിത്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിന്റെ ഡെഫിനിഷൻ ടൈപ്പ് അങ്ങനെ തന്നെയാണ്. പണനയ നടപടികളില്ലാതെ, അതായത് ഒരു മോണിറ്ററി പോളിസി ഒന്നും അല്ല. ഓക്കെ, മോണിറ്ററി പോളിസി ഒന്നും അല്ല. ഇനി നോക്കുക, കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിങ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. എന്താണ്? കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിങ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ 1, 3 എന്നുള്ള പ്രസ്താവനയാണ് അതിൽ ശരി. അപ്പോൾ തെറ്റ് ഏതൊക്കെയാണ്? 2, 4. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം അത് അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നോക്കുക. ശരിയല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്ത പ്രസ്താവന പറയുമ്പോൾ ഏതാണ്? തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന എന്നാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. 2ഉം 4. നോക്കുക, സമ്പദ് വ്യവസ്ഥയിലെ പണവിതരണം നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, LAF. LAF 2 പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? റിപ്പോ ഓപ്പറേഷൻ, റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻ. അപ്പോൾ അതൊരു മോണിറ്ററി പോളിസിന്റെ ഭാഗമാണ്, പക്ഷെ അതിലല്ലാത്ത ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കുക. എന്ത്? സ്വയംഭരണ ദ്രവ്യത. അപ്പൊ സ്വയംഭരണ ദ്രവ്യത എന്തല്ല? പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യതയാണ്. അതേപോലെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് കുറച്ച് എക്കണോമിക്സ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക്, ഇനി പറയുന്ന ആൾക്കാർക്ക് തന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് മാക്രോ എക്കണോമിക്സ് എന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്, ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അവിടെ നിന്ന് തരുന്നത് വേറെ രീതിയിലായിരിക്കും, ചോദ്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 10 രൂപ ഓക്കെ ഒരു സംഭവത്തിന് ഉണ്ട്, മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങുമ്പോൾ 10 രൂപയുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ സബ്സിഡി 2 രൂപയാണ്, ടാക്സ് 3 രൂപയാണ്. എങ്കിൽ യഥാർത്ഥ വില എന്ത്? ഓക്കെ, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങുകയാണ്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയാണ്? 10 രൂപ. ഓക്കെ, അതിന് സബ്സിഡി എത്രയാണ്? 2 രൂപ. അതേപോലെ തന്നെ ടാക്സ് എത്രയാണ്? 3 രൂപ. എങ്കിൽ അതിൻ്റെ യഥാർത്ഥ വില എന്ത്? ഓക്കെ, വേഗം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുന്ന